അപ്പോൾ നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ റേഞ്ചർ ഓർ ഇവോക്കാണ് 2.2. അപ്പോൾ അതിൻ്റെ ടൈം ബെൽറ്റ്, വാട്ടർ പമ്പ്, ആൾട്ടർനേറ്റർ പുള്ളി, ഇങ്ങനെ സർവീസ് 1 ലാഖിൻ്റെ സർവീസിലുള്ള എല്ലാ സംഭവങ്ങളും മാറാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഇളക്കിയ വാട്ടർ പമ്പ്. ഈ വാട്ടർ പമ്പ് കണ്ടോ ഫുള്ള് ദ്രവിച്ച് ഇങ്ങനെ ആയി. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് വാട്ടർ പമ്പ് മാറണമെന്നാണ് കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇത് ലീക്ക് വരും. ഇതിപ്പം പുതിയ വാട്ടർ പമ്പ്, പഴയ വാട്ടർ പമ്പ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വെള്ളം ലീക്കാവും. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വാട്ടർ പമ്പും ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ടൈം ബെൽറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമിൻ്റെ ലോക്ക്. ഇപ്പോൾ നമ്മളൊരു 8mm ഒരു വിറ്റ് വെച്ചാണ് ലോക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് ക്യാമിൻ്റെ ലോക്ക് വരുന്നത്. ക്യാമിൻ്റെ ലോക്ക് ഇങ്ങനെ വരും. പിന്നെ ഐഡിയൽ പുള്ളി പുതിയത്, ടെൻഷർ പുതിയത്, ബെൽറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത്, വാട്ടർ പമ്പ് എല്ലാം ചേഞ്ച് ചെയ്ത്. ഇതാണ് ഇപ്പം ക്രാങ്കിൻ്റെ ടൈമിങ് വരുന്ന സമയത്ത് ഇതാണ്ട് ഈ മുകളിലോട്ടാണ് ഈ കീയുടെ ഭാഗം മുകളിലോട്ട് നിൽക്കും. ഈ കീ വരുന്ന മുകൾ വശത്തിട്ട് ഈ കീയുടെ ഈ ഭാഗം മുകളിലോട്ട് നിൽക്കും. ഈ ക്രാങ്കിൻ്റെ ടൈമിങ് വരുന്ന സമയത്ത് മുകളിലോട്ട് നിൽക്കും. പിന്നെ ക്രാങ്കിന് ലോക്കുണ്ട്, ലോക്കിങ് കാണിച്ചു തരാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. ഈ ഭാഗം മുകളിലോട്ട് വരും. അതേപോലെ തന്നെ ക്രാങ്ക് ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. ഒരു ബോൾട്ട് കയറ്റി ക്രാങ്ക് ലോക്ക് ചെയ്തത്. ക്രാങ്ക് ലോക്ക് ചെയ്ത് സ്റ്റാർട്ടറിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ ഇത് കാണാനും ഇത് ലോക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടർ ഇളക്കി മാറ്റിയിരിക്കുന്നത്. സ്റ്റാർട്ടറിൻ്റെ അടിവശത്തായിട്ടാണ് ഈ ലോക്ക് വരുന്നത്. അതാണ് ക്രാങ്ക് ലോക്ക് ചെയ്യുന്ന പൊസിഷൻ. ഇതാണ് ഇതിൻ്റെ എൻജിൻ ടൈമിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറി, ടൈം ബെൽറ്റ്, വാട്ടർ പമ്പ്, ആൾട്ടർനേറ്റർ പുള്ളി, ബെൽറ്റ്, ടെൻഷർ എല്ലാം മാറിയിട്ടുണ്ട്. ഫുള്ള് വർക്കെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എല്ലാവർക്കും